എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ് ബേസിക് സയൻസിലെ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയ്ക്കാം. കൂട്ടുകാരുടെ വീട്ടിൽ പച്ചക്കറി തോട്ടമുണ്ടോ? കൂട്ടുകാർക്ക് എല്ലായ്പ്പോഴും നല്ല വിളവ് ലഭിക്കാറുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അതൊക്കെ നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപ് ബാബു പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. എന്താണ് ബാബു പറയുന്നത്? എ പംകിൻ വൈൻ ദാറ്റ് സ്പ്രൗട്ടഡ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ ബാക്ക്യാർഡ് ഓഫ് ദ കിച്ചൺ വാസ് റെഡി ടു സ്പ്രെഡ്. ഐ മെയ്ഡ് എ ഫെറോ അറൗണ്ട് ഇറ്റ്, manured and watered it. It grew well, but yielded only 2 or 3 pumpkins. എന്താണ് ബാബു പറയുന്നത്? അടുക്കളയുടെ പിന്നാമ്പുറത്ത്, അതായത് അടുക്കള പൂന്തോട്ടത്തിൽ തനിയെ മുളച്ച ഒരു മഞ്ഞ വള്ളി അഥവാ മത്തങ്ങ വള്ളി പടരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിന് തടമെടുത്ത് വളമിട്ടു, നനയ്ക്കുകയും ചെയ്തു. നന്നായി പടർന്ന് വളർന്നെങ്കിലും 2-3 കായ്കൾ മാത്രമാണ് ഉണ്ടായത്. കൂട്ടുകാർ, എന്തുകൊണ്ടായിരിക്കും അതിൽ ധാരാളം കായ്കൾ ഉണ്ടാവാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? കൂട്ടുകാരൊന്ന് പറയൂ. ഒന്നാമതായി, ലോ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ വളക്കൂറ് കുറവായിരിക്കും. രണ്ടാമതായി, ഡിസീസസ്, അതിന് രോഗമുണ്ടാവും, ചെടിക്ക് രോഗമുണ്ടാവും. മൂന്നാമതായി, അറ്റാക്ക് ഓഫ് പെസ്റ്റ്, കീടാണുക്കളുടെ ആക്രമണം. നാലാമതായി, ലാക്ക് ഓഫ് ഇനഫ് സൺലൈറ്റ്, മതിയായ സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുക. അഞ്ചാമതായി എന്താണ് കൂട്ടുകാർ പറയൂ? ദ സീഡ് മസ്റ്റ് ബി ലോ ക്വാളിറ്റി, നമ്മൾ നടാനെടുത്ത വിത്ത് നിലവാരം കുറഞ്ഞതായിരിക്കും, നല്ല വിത്തല്ലായിരിക്കും. കൂട്ടുകാരി, നല്ല വിളവ് ലഭിക്കണമെങ്കിൽ നമ്മൾ പരിചരണം മാത്രം നൽകിയാൽ മതിയോ? പോരാ. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു വിത്ത് നടുകയാണെങ്കിലും ഒരു തൈ നടുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഘടകങ്ങളാണ് പറയുന്നത്. ഫെർട്ടൈൽ സോയിൽ, നമ്മൾ എടുത്ത മണ്ണ് വളക്കൂറുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമതായി, ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. നമ്മൾ നടുന്നത് അത് നടേണ്ട കാലത്താണോ നടുന്നത് എന്ന് ആലോചിക്കണം. ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും വേണം നമ്മൾ നടാനായിട്ട്. നല്ല വിത്തുകൾ നട്ടിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു രോഗമുള്ള ചെടിയിൽ നിന്ന് ഒരു വിത്തെടുത്തു, അത് നട്ടാൽ വളരുന്ന ചെടി എന്തായി പോകും? നശിച്ചു പോകും. കൂട്ടുകാരെ, ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, നോട്ട് ദ ഡിഫറൻസ്. ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ, എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട് എന്ന് പരിശോധിക്കണം. കൂട്ടുകാരെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാലോ? വിച്ച് ഹാസ് മോർ yield, ഏതിലാണ് കായ്ഫലം കൂടുതൽ അഥവാ വിളവ് കൂടുതൽ എന്നും പറയാം. കൂട്ടുകാരി, 2 ചിത്രം നോക്കൂ. ആദ്യത്തെ ചിത്രത്തിനേതല്ലേ? ദ ഫസ്റ്റ് പിക്ചർ. രണ്ടാമത്തെ ചോദ്യം, രോഗബാധയുള്ള ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കാമോ? ക്യാൻ സീഡ്സ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ്ഡ് പ്ലാന്റ്? നോ, പറ്റില്ല. എന്തുകൊണ്ടാണ്? രോഗബാധയുള്ള ചെടിയിൽ നിന്ന് നമ്മൾ വിത്ത് ശേഖരിച്ചാൽ വളരുന്ന ചെടി നശിച്ചു പോകും. Have you noticed that fruits are formed in a plant at different stages of its life? Which stage is suitable for collecting seeds? The first formed, mid-formed, or those formed at the end of its growing stage? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു ചെടിയിൽ ആദ്യമുണ്ടാവുന്ന കായ്കൾ, ഇടയ്ക്കുണ്ടാവുന്ന കായ്കൾ, അവസാനമുണ്ടാവുന്ന കായ്കൾ എന്നിവ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് സമയത്തുണ്ടാകുന്ന കായ്കളാണ് വിത്തെടുക്കാൻ അനുയോജ്യം? പറയൂ. ക്യാൻ കളക്ട് ദ സീഡ് ഇൻ ദ മിഡ് സ്റ്റേജ്. ഇടയ്ക്കുണ്ടാകുന്ന കായ്കൾ, മിഡ് സ്പാനിൽ ഉണ്ടാകുന്ന കായ്കൾ ശേഖരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പ്രവർത്തനമുണ്ട്. എന്താണ്? വിത്ത് ശേഖരിക്കുന്ന സസ്യത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എഴുതി നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. Try to write down the qualities essential for a plant from which seeds are collected. ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? ഒന്നാമത്തെ വിത്തിനുണ്ടാവേണ്ട ഗുണം എന്താണ്? സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. മധ്യകാല ഫലങ്ങളിൽ നിന്ന് വിത്തെടുക്കണം. കൂട്ടുകാർക്ക് മനസ്സിലായോ? നമ്മൾ ഏറ്റവും ആദ്യത്തേതിൽ നിന്ന് വിത്തെടുക്കാതെയും ഏറ്റവും അവസാനത്തേതിൽ നിന്ന് വിത്തെടുക്കാതെയും
നമ്മൾ നടുവിലുള്ള കാലയളവിൽ വേണം വിത്തെടുക്കാനായിട്ട്. കൂട്ടുകാർ ശ്രദ്ധിക്കണം. കൂട്ടുകാർ കൃഷി ചെയ്യില്ലേ? കൃഷി ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. കൂട്ടുകാർ എന്തൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. മധ്യകാല ഫലങ്ങളിൽ നിന്ന് വിത്തെടുക്കണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഇനി രണ്ടാമതായി നമുക്ക് എന്ത് എഴുതാം? ഡോണ്ട് കളക്ട് സീഡ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്. രോഗം പിടിച്ച ഒരു ചെടിയിൽ നിന്ന് നമ്മൾ വിത്ത് കളക്ട് ചെയ്യാം, വിത്ത് ശേഖരിക്കാൻ പാടില്ല. കൂട്ടുകാർ ശേഖരിക്കാറുണ്ടോ? ഇനി ശ്രദ്ധിക്കണം കൂട്ടുകാർ ഇതൊക്കെ ചെയ്യുമ്പോൾ. ഹൈ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഉയർന്ന പ്രത്യുൽപാദന ശേഷിയുള്ള ചെടിയിൽ നിന്ന് വേണം വിത്തെടുക്കുവാൻ. കൂട്ടുകാരി, there may be many crops cultivated in your locality. Observe how any 2 or 3 varieties of seeds are collected and stored and note it down in your science diary. നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടും പല വിളകളും കൃഷി ചെയ്യുന്നുണ്ടല്ലോ. കൂട്ടുകാർ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമല്ലേ, കൂട്ടുകാർ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ടാവുമല്ലോ. ഏതെങ്കിലും 2 or 3 ഇനങ്ങളുടെ വിത്ത് ശേഖരിക്കുന്നതും സൂക്ഷിച്ചു വെക്കുന്നതും എങ്ങനെയെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് എഴുതി നോക്കൂ. കൂട്ടുകാരി, എങ്ങനെയാണ് വിത്ത് ശേഖരിക്കുന്നത്? നമ്മൾ പറഞ്ഞു, സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. ഡോണ്ട് കളക്ട് സീഡ് ഫ്രം ഡിസീസ്ഡ് പ്ലാന്റ്. ഹൈ റിപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഇനി എങ്ങനെയാണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടത്? കൂട്ടുകാരൊന്ന് കുറിച്ച്. കൂട്ടുകാരെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? എങ്ങനെയാണ്? നല്ല വിത്തെടുത്ത് അത് ഉണക്കി ഒരു ഗ്ലാസ് കണ്ടെയ്നറിലാക്കി വെക്കണം അല്ലേ? അപ്പോൾ വിത്ത് ഒരു ചെടിയിൽ നിന്ന് എടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് എടുക്കണം. രോഗമുള്ള ചെടിയിൽ നിന്ന് എടുക്കരുത്. ഇടയ്ക്കുണ്ടാവുന്ന കായ്കളിൽ നിന്നാണ് എടുക്കേണ്ടത്. നല്ല വിളവ് ലഭിക്കുന്ന ചെടിയിൽ നിന്ന് വേണം എടുക്കാൻ. പിന്നെയോ നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള ചെടിയിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്ന ഹെഡിങ്ങിലേക്കാണ്. സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. എന്താണ് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ? പാകി മുളപ്പിക്കൽ എന്നാണ് അല്ലേ? വെണ്ട, പയറ് തുടങ്ങിയവയിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് അല്ലേ? എന്നാൽ അതിനേക്കാൾ ചെറിയ വിത്തുകൾ ഉള്ളവയിൽ നിന്ന് നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? കൂട്ടുകാരി, ഇവിടെ വെണ്ട, പയർ എന്നിവയുടെ വിത്തുകളിലേക്കാൾ ചെറിയ വിത്തുകൾ ഏതൊക്കെയാണ്? കൂട്ടുകാർ, മുളകിൻ്റെ വിത്ത് കണ്ടിട്ടില്ലേ? പിന്നെയോ ചീരയുടെ വിത്ത് കണ്ടിട്ടുണ്ടോ? എല്ലാം ചെറുതാണ് അല്ലേ? വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ച് നടുന്ന രീതിയാണ് വഴുതന കൃഷിയിൽ ചെയ്യാറുള്ളത്. കൂട്ടുകാരെ, വഴുതന കൃഷിയിലായാലും മുളക് കൃഷിയിലായാലും ചീര കൃഷിയിലായാലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് നമ്മൾ വിത്ത് കുഴിച്ചിടും. ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചാൽ, ഗുഡ് സീഡ്ലിങ്സ് ആർ ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് സീഡ്സ്. നമ്മളൊരു പ്രതലത്തിൽ ഒരു മണ്ണിൽ വിത്ത് കുഴിച്ചിടും. എന്നിട്ട് അത് മുളച്ച് വരുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല ചെടി നോക്കിയിട്ട് നമ്മൾ മാറ്റി നടും. തൈകൾ പറിച്ചു നടുന്നവയും അല്ലാത്തവയും കൂടുതൽ ഉദാഹരണം കണ്ടെത്താം. ശാസ്ത്ര പുസ്തകത്തിൽ തരം തിരിച്ചെഴുതും. Can you find more examples for seedlings that are transplanted and seedlings that are not? Classify them and write down in the science diary. നമുക്കുള്ളൊരു പ്രവർത്തനമാണ്, നമുക്ക് ചെയ്യാം. കൂട്ടുകാരെ, ഇതുപോലെ ഒരു ടേബിൾ 2 ആക്കി തിരിക്കൂ. ഒന്നാമത് സീഡ് ട്രാൻസ്പ്ലാന്റഡ്, രണ്ടാമതായി സീഡ്സ് ആർ നോട്ട് ട്രാൻസ്പ്ലാന്റഡ്. കൂട്ടുകാരെ, സീഡ്സ് ട്രാൻസ്പ്ലാന്റഡ് അതായത് തൈകൾ പറിച്ചു നടുന്നവ ഏതൊക്കെയാണ്? ബ്രിഞ്ചാൾ, ചില്ലി, പപ്പായ, ടൊമാറ്റോ, പിന്നെയോ സ്പിനാച്ച് എക്സെട്ര. ഓക്കെ. ഇനി സീഡ്സ് ആർ നോട്ട് ട്രാൻസ്പ്ലാന്റഡ്, തൈകൾ പറിച്ചു നടുന്നവയല്ലാത്തത് ഏതാണ്? പറയൂ. പീ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, കുക്കുംബർ, പംകിൻ, സ്നേക്ക് ഗാർഡ്, ലേഡീസ് ഫിംഗർ എക്സെട്ര. ഓക്കെ, കൂട്ടുകാർ എഴുതിയല്ലോ. കൂട്ടുകാരെല്ലാവരും ടേബിൾ പൂർത്തിയാക്കുക. കൂട്ടുകാരി, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത് സെക്ഷൽ റിപ്രൊഡക്ഷൻ, രണ്ടാമതായി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കൂട്ടുകാരെ ശ്രദ്ധിച്ചിരുന്നാൽ കൂട്ടുകാർക്ക് നന്നായി മനസ്സിലാകും. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൽ നിന്ന് പുതിയ തൈ ചെടികൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ് ഈസ് ബൈ സെക്ഷൽ റിപ്രൊഡക്ഷൻ. ഓക്കെ.
വിത്തിൽ നിന്ന് നമ്മൾ ചില ചെടികളൊക്കെ ഉണ്ടാവുന്നത് തണ്ട് മുറിച്ചിട്ടും വേരിൽ നിന്നുമെല്ലാമാണ്. എന്നാൽ വിത്ത് മാത്രം മുളച്ചിട്ടുണ്ടാവുന്നതാണ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഉദാഹരണമാണ് കോക്കനട്ട്, തെങ്ങ്. തെങ്ങിൻ്റെ തണ്ട് കുഴിച്ചിട്ടാൽ തെങ്ങുണ്ടാവുമോ? ഇല്ല. തെങ്ങിൻ്റെ വിത്ത് തന്നെ നമ്മൾ കുഴിച്ചിട്ടാലേ തെങ്ങുണ്ടാവത്തുള്ളൂ. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ. The formation of seedlings from seeds is by sexual reproduction. കൂട്ടുകാർക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണ്? സസ്യങ്ങളുടെ, ചെടികളുടെ വേര്, തണ്ട്, ഇല, 3 ഭാഗങ്ങൾ ഓർത്ത് വയ്ക്കുക. റൂട്ട്, സ്റ്റെം, ലീഫ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. കൂട്ടുകാർ ടാപ്പിയോക്ക, പൂള, കപ്പ എന്നൊക്കെ പറയും. പൂള തിന്നിട്ടുണ്ടോ? പൂളയുടെ ഏത് ഭാഗമാണ് നമ്മൾ തിന്നുന്നത്, നമ്മൾ ആഹരിക്കുന്നത്? വേരാണ്. ടാപ്പിയോക്ക അഥവാ പൂള ഉണ്ടാകുന്നത് വേരിൽ നിന്നാണ്. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കൂട്ടുകാരെ, എളുപ്പമല്ലേ? ഇനി നമുക്ക് നോക്കാം. മരച്ചീനി, മധുരക്കിഴങ്ങ്, ടാപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിങ്സ്. ഇവിടെ പറയുന്നുണ്ട് മരച്ചീനി അഥവാ കപ്പ, പൂള, പിന്നെയോ മധുരക്കിഴങ്ങ്, ഇതിൻ്റെയൊക്കെ തണ്ട് മുറിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. കൂട്ടുകാർക്കറിയാം അല്ലേ? ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ഫോർമഡ് ത്രൂ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷുവൽ റിപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നതും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്ന സസ്യങ്ങളുടെയും ഉദാഹരണങ്ങൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരി, സെക്ഷുവൽ റിപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയാണ്? ഒന്നാമതായി അമരാന്തസ്. അമരാന്തസ് എന്താണ്? ചീര, ചില്ലി, മുളക്, ബ്രിഞ്ചാൾ അറിയാലോ. പിന്നെയോ മാംഗോ, ജാക്ക് ഫ്രൂട്ട് ട്രീ, കോക്കനട്ട്, അരിക്കാനറ്റ് എന്ന് പറഞ്ഞാൽ അടയ്ക്കയാണ്. ഒക്ര എന്ന് പറഞ്ഞാൽ ലേഡീസ് ഫിംഗർ. ഇത്രയും എക്സാമ്പിൾസ്. കൂട്ടുകാർ, ഇനിയും ഉദാഹരണങ്ങൾ കണ്ടെത്തണം. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് 2 ഉദാഹരണങ്ങൾ മേലെ നൽകിയിട്ടുണ്ട്. ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? മൊരിങ്ങ ലീവ്സ്, പിന്നെയോ ജിഞ്ചർ, ബനാന, നീം, മിൻറ്റ്, യാം, കറി ലീവ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്. ഈ 3 കാര്യങ്ങളാണ്. കൂട്ടുകാരെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് അതാണ്. എന്താണ് കൂട്ടുകാരൊന്ന് പറയൂ? ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്. പതിവയ്ക്കൽ, കൊമ്പ് ഒട്ടിക്കൽ, മുകുളമൊട്ടിക്കൽ, ഈ 3 കാര്യങ്ങളാണ്. ലെയറിംഗ് എന്താണെന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 വിശദമായി നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലെയറിംഗ്. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. The branch must be pencil thick. The branches from the main stem are better. Peel off 1 cm of bark from the stem in a circular shape. കൂട്ടുകാരി, ചിത്രം ശ്രദ്ധിക്കുക. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട, നമുക്ക് തൈ വേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. ആ കൊമ്പിൻ്റെ വണ്ണം എങ്ങനെയായിരിക്കണം? ഒരു പെൻസിലിൻ്റെ വണ്ണമായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുമുള്ള കൊമ്പുകളാണ് ഉത്തമം. അതായത് മെയിൻ സ്റ്റെം എന്നുള്ള ബ്രാഞ്ച് കൊമ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. മെയിൻ സ്റ്റെം എന്ന് പറയുന്നത്, കൂട്ടുകാരി ചിത്രത്തിൽ നോക്കൂ, ഇതിനെയാണ് മെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു വളയാകൃതിയിലാണ് നമ്മൾ തൊലി ചെത്തി മാറ്റേണ്ടത്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചെത്തി മാറ്റരുത്. നമ്മൾ ആ കൊമ്പിൻ്റെ മേൽഭാഗത്തുള്ള തൊലി മാത്രം ഒന്ന് ചെത്തിയെടുത്താൽ മതി. അതും 1 സെൻറ്റിമീറ്റർ അളവിലാണ്, വളയാകൃതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സൈറ്റ്ലി മോയിസ്റ്റൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ, സോയിൽ ആൻഡ് സോഡസ്റ്റ്. തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ചു കിട്ടുക. കൂട്ടുകാരി, കൃഷി ചെയ്യാൻ പ്രോട്ടീൻ മിശ്രിതം തയ്യാറാക്കാറില്ലേ? അതുപോലെയാണ്
എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? മണ്ണ്, ചകിരിച്ചോറ്, പിന്നെ ഒരു വളം എന്ന് പറയുന്നത് എല്ലുപൊടി, ചാണകപ്പൊടി, കോഴിവളം, അങ്ങനെയുള്ള വളങ്ങളാണ് നമുക്ക് മരപ്പൊടിക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം ചേർത്ത് ഒരു ചെറിയ നനവോടെ, അധികം ഡ്രൈ ആയി പോകാൻ പാടില്ല. ചെറിയ നനവോടെ, ഈർപ്പം നിലനിൽക്കാനാണ്. ചെറിയ നനവോടെ തന്നെ നമ്മൾ എന്താക്കണം? തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് വെച്ച് കെട്ടണം. എന്നിട്ട് നമ്മൾ എന്തിനെ കൊണ്ടാണ് വെച്ച് കെട്ടേണ്ടത്? കവേർഡ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്. ടൈ ബോത്ത് ends with jute twine. Wet it with enough water to retain moisture. ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ടാണ് നമ്മൾ പൊതിയേണ്ടത്. കൂട്ടുകാർക്ക് പ്ലാസ്റ്റിക് കവർ എടുത്ത് പൊതിയാവുന്നതാണ്. പൊതിനതിന് ശേഷം 2 അറ്റവും ചാക്കുനൂൽ. കൂട്ടുകാർ ചാക്കുനൂൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ പീടികയിലൊക്കെ പോകുമ്പോൾ മുട്ട വാങ്ങുമ്പോൾ അവർ ഒരു നൂലിൽ ചുറ്റിയിട്ടല്ലേ തരാറുള്ളത്? അതാണ് ചാക്കുനൂൽ അഥവാ ജ്യൂട്ട് എന്ന് പറയുന്നത്. ചാക്കുനൂൽ ഉപയോഗിച്ച് 2 അറ്റവും നമ്മൾ കെട്ടണം. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നമ്മളത് നനയ്ക്കണം. എന്നാൽ കൂടുതലായി നനയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അതിന് വേര് വരാത്തതുകൊണ്ട് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതലായി നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. Numerous roots will sprout within 2 months. Cut the branch and plant in a pot till it is ready to be transplanted in the soil. 2 മാസത്തിനകം വേരുകൾ വരും. അതിനുശേഷം ആ കൊമ്പ് മുറിച്ചെടുത്ത് നമുക്ക് മണ്ണിൽ നടാനാവുന്നവരെ ചട്ടിയിൽ സംരക്ഷിക്കാം. ചട്ടിയിൽ ആദ്യം നട്ട് എന്നിട്ട് മണ്ണിൽ നടാൻ പാകമാകുമ്പോൾ നമുക്ക് മണ്ണിൽ നടാം. കൂട്ടുകാരുണ്ടാക്കിയെടുത്ത തൈ നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് നടണം. കൂട്ടുകാർ ലെയറിങ് ചെയ്ത് നോക്കില്ലേ? ലെയറിങ് ചെയ്ത് നോക്കി കൂട്ടുകാരുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ലെയറിങ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, പിച്ചി, മുല്ല, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ ആൻഡ് സപ്പോട്ട. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിലാണ് ലെയറിങ് ഫലപ്രദം. ഫലപ്രദമായിട്ടുള്ളത് ഈ പ്ലാന്റ്സിലാണ്. അത് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് കൂട്ടുകാർ ഓർത്ത് വയ്ക്കുക. ലെയറിങ്ങിന് എക്സാമ്പിൾസ് ആണ് ജാസ്മിൻ, പിച്ചിമുല്ല, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ ആൻഡ് സപ്പോട്ട. Layering is also done on branches that grow close to the soil by bending the middle of the branch into the soil. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ച് നമുക്ക് പതിവയ്ക്കാം, അതായത് ലെയറിങ് ചെയ്യാം. Let us examine some information related to layering. ലെയറിങ്ങുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്ക് താഴെ നൽകിയിട്ടുണ്ട്. കൂട്ടുകാരെ കണ്ടല്ലോ? തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച് ലെയറിങ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ തരം തിരിച്ചെഴുതണം. With the help of the information given above, write down in your science diary the merits and demerits of plants produced through layering. കൂട്ടുകാരെ, ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. മിക്ക ചെടികളും നമുക്ക് ലെയറിങ് ചെയ്ത് വളർത്താം. അതെന്താണ്? ഒരു മെറിറ്റാണോ, ഒരു ഗുണമാണോ, അല്ലെങ്കിൽ ഒരു ദോഷമാണോ, ഡിമെറിറ്റ് ആണോ? ഒരു മെറിറ്റാണ്, ഒരു ഗുണമാണ് അതിൻ്റെ. ലെയറിങ് വഴി നമുക്ക് ഒരുപാട് ചെടികൾ ഇതുപോലെ പതിവയ്ക്കാം അഥവാ ലെയറിങ് ചെയ്യാം. Plants formed from layering do not have as much as lifespan as plants formed from seed germination. There will be of smaller size too. Plants formed from layering do not have as much as lifespan as plants formed from seed germination. There will be a smaller size too. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം നമ്മൾ പതിവെച്ചുണ്ടാകുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. നമ്മൾ ലെയറിങ് വഴി ചെയ്ത ചെടിക്ക് നമ്മൾ വിത്ത് മുളച്ചുണ്ടാകുന്ന ആ ചെടിയുടെ അത്ര കാലം ജീവിച്ചിരിക്കാൻ കഴിയില്ല, വലുപ്പം കുറവായിരിക്കും. ഇത് മെറിറ്റാണോ ഡിമെറിറ്റാണോ? ഡിമെറിറ്റാണ്, ദോഷമാണ്. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും. ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരൻറ്റ് പ്ലാന്റ്. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും, അതൊരു മെറിറ്റാണ്. If layering is done on diseased plants, new plants will also be infected. രോഗബാധയുള്ള ചെടികളിൽ പതിവച്ചാൽ പുതിയ ചെടികൾക്ക് രോഗമുണ്ടാകും, അതൊരു ഡിമെറിറ്റാണ്, ദോഷമാണ്. Flowering and fruiting of such plants are faster than those in plants formed from seeds. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതെന്താണ്? ഒരു മെറിറ്റാണ്, അല്ലേ, ഒരു ഗുണമാണ്.
Through this method, we can produce more saplings within a short period. ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇതൊരു മെറിറ്റാണ്. ലെയേർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. തായ്വേര് പടരം ഉണ്ടായിരിക്കില്ല. അതൊരു ഡീമെറിറ്റാണ്. ദേ റിക്വയർ മോർ കെയർ. കൂടുതൽ പരിചരണം ആവശ്യമായി വരും. അതൊരു ഡീമെറിറ്റാണ്. കൂടുതൽ പരിചരണം ആവശ്യമായി വരുന്നത് ഒരു ഡീമെറിറ്റാണ്. കൂട്ടുകാർ പറയൂ, മെറിറ്റ്സ് ഏതൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. ത്രൂ ദിസ് മെത്തേഡ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ സാപ്ലിങ്സ് ഇൻ എ ഷോർട്ട് പീരീഡ്. Flowering and fruiting of such plants are faster than those in plants formed from seeds. ഇതൊക്കെയാണ് മെറിറ്റ്സ്. ഇനി ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? Plant formed from layering do not have as much as lifespan as plants formed from seed germination. They will be smaller size too. If layering is done on diseased plants, new plantlets will also be infected. Layered plants do not possess the taproot system. They require more care. ഇതൊക്കെയാണ് ഡീമെറിറ്റ്സ്. നമ്മൾ മെറിറ്റ്സ് എന്താണെന്നും ഡീമെറിറ്റ്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാഫ്റ്റിംഗ് ആണ്, അതായത് കൊമ്പൊട്ടിക്കൽ. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച്? നമുക്ക് ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഗ്രാഫ്റ്റിംഗ് ഈസ് അനദർ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. നല്ല ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഗുണത്തിലുള്ള നല്ലൊരു ചെടി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഗ്രാഫ്റ്റിംഗ്. ദിസ് മെത്തേഡ് ഈസ് പ്രാക്ടീസ്ഡ് ഫ്രം ഏഷ്യൻ ടൈംസ്. പണ്ട് മുതൽക്കേ കൊമ്പൊട്ടിക്കലുണ്ട്. കൊമ്പൊട്ടിക്കൽ എന്ന രീതി പണ്ട് മുതൽക്കേ ആളുകൾ ചെയ്തു വരുന്നുണ്ട്. സുപ്പീരിയർ ക്വാളിറ്റി plants are produced by joining the stems of two plants of the same species. ഒരേ വർഗത്തിൽപ്പെട്ട, അതായത് മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ അതേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ ചെടികളുടെ തണ്ടുകൾ സ്റ്റെമ്മ് പരസ്പരം ഒട്ടിച്ച് ചേർത്താണ് നമ്മൾ ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? സുപ്പീരിയർ ക്വാളിറ്റി plants are produced by joining the stems of two plants of the same species. ഒരേ വിഭാഗത്തിലുള്ള ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികളുടെ തണ്ടുകൾ സ്റ്റെമ്മ് പരസ്പരം ഒട്ടിച്ച് ചേർത്താണ് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാകുന്നത്. കൂട്ടുകാർക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാം. കൂട്ടുകാരെ, നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. The rooted plant selected for grafting is called stalk. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു, രണ്ട് ചെടികളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചേർത്താണ് നമ്മൾ പുതിയ നല്ല ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വേരോട് കൂടിയ ചെടിയും വേണം, പിന്നെ ഒരു ചെടിയുടെ കൊമ്പും വേണം. അവിടെ വേരോട് കൂടിയ ചെടിയെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. കൂട്ടുകാരെ ഒന്ന് പറഞ്ഞു നോക്കൂ. The rooted plant selected for grafting is called stock. The rooted plant selected for grafting is called stock. പിന്നെ the branch selected for grafting is called scion. ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ എന്നാണ് പറയുന്നത്, അതായത് ഒട്ടുകൊമ്പ്. ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ എന്നാണ് പറയുന്നത്. ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സയൺ. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കൊമ്പിനെ സയൺ എന്നാണ് പറയുന്നത്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് എന്നും ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന കൊമ്പിനെ സയൺ എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ചിത്രം നോക്കൂ. Peel off the bark from the facing sides of both the stalk and scion in 3.5 cm length. സയനിലും സ്റ്റോക്കിലും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്ന് തൊലി ചെത്തി നീക്കുക. കൂട്ടുകാരെ, ഇവിടെ നീളമാണ് പറഞ്ഞിട്ടുള്ളത്, വീതിയല്ല. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് നിന്ന്, വളയാകൃതിയിലൊന്നുമല്ല നമ്മളിവിടെ മുറിക്കേണ്ടത്, ഒരു വശത്ത് നിന്നാണ്
അത് 3.5 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് നമ്മൾ തൊലി ചെത്തി നീക്കേണ്ടത്. കൂട്ടുകാർക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബ്രിങ് ദ പീൽഡ് ഓഫ് പോർഷൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സൈഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ചിട്ട് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. ഓക്കെ, വേരോട് കൂടിയ ചെടിയോട് ചേർത്ത് വെക്കുക. wrap them together firmly with a jute twine. സൈഡിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ, അതായത് മുറിച്ച ഭാഗം ചേർത്ത് വെച്ച് ഒരു ചാക്കു നൂല് കൊണ്ട് വലിഞ്ഞു കെട്ടുക. ടൈറ്റിൽ കെട്ടുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. Cover it with a wax cloth or a plastic tap. After 1 month, cut partially the stalk above the covered area and the sign below. മെഴുകുതിരി തുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പൊതിയാം. പൊതിഞ്ഞ ശേഷം 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിൽ സ്റ്റോക്കിനും കെട്ടിനും താഴെ സൈണും പകുതി മുറിക്കുക. കെട്ടിന് മുകളിൽ സ്റ്റോക്കും കെട്ടിന് താഴെ സൈണും പകുതി മുറിക്കണം. ഓക്കെ ആണല്ലോ. കൂട്ടുകാരെ ഇവിടെ ചിത്രത്തിൽ കാണാം. കൂട്ടുകാരെ ശ്രദ്ധിച്ചാൽ മതി, ചിത്രത്തിലുണ്ട്. ശേഷം വെയിറ്റ് ഫോർ 1 more month and detach the part completely. When it attains proper growth, it can be replanted in a more suitable place. Remove any new branches sprouting on the stalk. 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും നമുക്ക് മുറിച്ച് മാറ്റാം. കൂട്ടുകാരെ, ആദ്യം നമ്മൾ പകുതി മാത്രമാണ് മുറിച്ച് കളഞ്ഞത്. 1 മാസം കൂടി കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണമായും മുറിച്ച് മാറ്റാം. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ, അതായത് പുതിയ കൊമ്പുകൾ വളരുന്നുണ്ടെങ്കിൽ അവയൊക്കെ മുറിച്ച് മാറ്റണം. കൂട്ടുകാരെ, ഗ്രാഫ്റ്റിംഗ് സിമ്പിളാണോ? ചെയ്യാൻ എളുപ്പമാണോ? എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? കൂട്ടുകാരെല്ലാവരും ചെയ്തു നോക്കണം. ഒരു നാടൻ മാവിൻ്റെ തൈയിൽ മറ്റേതെങ്കിലും ഇനം മാവിൻ്റെ കൊമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് പ്രവർത്തനക്കുറിപ്പ് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരുടെ വീട്ടിലുള്ള മാവുണ്ടോ? കൂട്ടുകാരുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ ഗ്രാഫ്റ്റിംഗ് തീർച്ചയായും ചെയ്തു നോക്കണം. പ്രവർത്തനക്കുറിപ്പ് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ ആവുമല്ലോ കൂട്ടുകാർ ചെയ്യുന്നത്. ഇത് തന്നെ എഴുതിയാൽ മതി പ്രവർത്തനക്കുറിപ്പായിട്ട്. ഇതുപോലെ ഗുണമേന്മയുള്ള പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ മറ്റേതെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. അതേതാണ്? നമ്മൾ അവസാനമായി പഠിക്കാൻ പോകുന്ന ബഡ്ഡിംഗ്. ബഡ്ഡിംഗ് എന്താണ്? ഇൻ ദിസ് മെത്തേഡ് എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്, ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം, നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത പോലെയല്ല, ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ മുകുളം അഥവാ ബഡ്, കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? ചെടിയുടെ ബഡ് കണ്ടിട്ടുണ്ടാവും. ചിത്രത്തിൽ നോക്കൂ, ഇതാണ് ബഡ്, മുകുളമാണ് ഒട്ടിക്കുന്നത്. ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ രീതി ഉപയോഗിക്കാം. Buds of varieties can be grown on indigenous varieties. നാടൻ ഇനങ്ങളിൽ മറ്റ് ഇനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. എന്താണ് ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ? ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഒരു പൂച്ചെടിയിൽ തന്നെ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ രീതി ഉപയോഗിക്കാം. പ്രധാനമായും നമുക്ക് പൂച്ചെടിയിലാണ് ഇത് ചെയ്യുന്നത്. കൂട്ടുകാരി, ബഡ്ഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? കട്ട് ഓഫ് ദ ബഡ് ഫ്രം എ ക്വാളിറ്റി പ്ലാന്റ്. ആദ്യം നമ്മൾ നല്ല ഇനം ചെടിയിൽ നിന്ന് ഒരു ബഡ് അഥവാ മുകുളം ചെത്തിയെടുക്കണം. കൂട്ടുകാരി, ശേഷം നമ്മൾ മേക്ക് എ ടീ ഷേപ്ഡ് കട്ട് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ദ ബഡ് ഈസ് ടു ബി ഗ്രാഫ്റ്റഡ് ആൻഡ് ലീവ് ദ ബാർക്ക് ഓപ്പൺ. ശേഷം നമ്മൾ ബഡ് ഒട്ടിക്കുന്ന ചെടിയിൽ, നമ്മൾ ബഡ് ഏത് ചെടിയിലാണോ ഒട്ടിക്കുന്നത് ആ ചെടിയിൽ ഒരു ടീ ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി അതിനുള്ളിൽ വെക്കണം. കൂട്ടുകാരി, ചിത്രം നോക്കൂ, ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇൻസൈഡ് ദ ബഡ് ഇൻടു ദ ടീ ഷേപ്ഡ് കട്ട് ഓൺ ദ ബാർക്ക്. ടീ ആകൃതിയിലുള്ള മുറിവിലെ തൊലിയിൽ നമ്മളെ മുകുളം തിരികെ വെക്കുക. ബഡ് ആ ടീ ആകൃതിയിൽ നമ്മൾ മുറിച്ചല്ലോ, അതിനുള്ളിൽ തിരികെ വെക്കുക. ശേഷം wrap it in such a way that the bud is exposed. ബഡ് പുറത്ത് പോകാത്ത വിധത്തിൽ നമ്മൾ പൊതിഞ്ഞ് കെട്ടണം. നോക്കൂ, ചിത്രത്തിൽ കാണുന്നത് പോലെയാണ്
പൊതിഞ്ഞ് കെട്ടേണ്ടത്. കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് വിൻ ദ ബഡ് അറ്റൈൻസ് പ്രോപ്പർ ഗ്രോത്ത്. മുകുളം അഥവാ ബഡ് നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റണം. ഓക്കെ, സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റണം. ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. ട്രൈ ടു ഗ്രാഫ്റ്റ് ദ ബഡ് ഓഫ് എ റെഡ് റോസ് പ്ലാന്റ് onto a white rose plant. A bud of a superior rose variety may be grafted to a native rose variety too. Write down the activities sequentially in your science diary. വെള്ള റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ, നമ്മൾ ചുവന്ന റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയുടെ മുകുളം ഒട്ടിച്ച് നോക്കൂ. നാടൻ ഇനം റോസിൽ മികച്ച ഇനത്തിൻ്റെ മുകുളം ഒട്ടിക്കുകയുമാവാം. ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ക്രമമായി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. കൂട്ടുകാർ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം എടുക്കും. അതിനുശേഷം ചെടി ടി ആകൃതിയിൽ എന്താക്കും, കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം അതിൻ്റെ ബാർക്ക് തൊലി വിടർത്തി വയ്ക്കും. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ബഡ് അതിനുള്ളിൽ തിരികെ വയ്ക്കും. നമ്മൾ ആ ബഡ് പുറത്ത് കാണാത്ത വിധത്തിൽ നമ്മളത് പൊതിഞ്ഞ് കെട്ടും. ശേഷം അതൊന്ന് വലുതായി വളർന്നാൽ നമ്മൾ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരെ ക്രമമായി എഴുതിയാൽ മതി. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, അതിന് വെള്ള റോസാപ്പൂ വേണ്ട. കൂട്ടുകാരുടെ വീട്ടിലുള്ള കളർ ഏതാണോ ആ കളറ്, ആ റോസാപ്പൂ ചെടിയിൽ മറ്റേതെങ്കിലും കളറുള്ള റോസാപ്പൂ ചെടി, കൂട്ടുകാരുടെ വീട്ടിൽ മഞ്ഞയാണെങ്കിൽ ചുവന്ന റോസാപ്പൂ, വെള്ളിയാണെങ്കിൽ മഞ്ഞ റോസാപ്പൂ, അങ്ങനെയുള്ള അതിൻ്റെ മുകുളം ശേഖരിച്ച് കൂട്ടുകാർ ബഡ്ഡിങ് ചെയ്തു നോക്കണം. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് എഴുതേണ്ടത്. ഇനി കൂട്ടുകാർ ഈ പട്ടികയൊന്ന് ശ്രദ്ധിക്കൂ. ടേബിളൊന്ന് ശ്രദ്ധിക്കൂ. ടേബിൾ 2 തിരിച്ചിട്ടുണ്ട്. വെറൈറ്റി 1, വെറൈറ്റി 2. മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെയാണ്? ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്. താഴെ കൊടുത്ത പട്ടികയിലെ വിവരങ്ങൾ പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. പട്ടിക 1, അതായത് വെറൈറ്റി 1 ഇനം 1 എന്താണ്? ലോങ് ലൈഫ് സ്പാൻ, കൂടുതൽ കാലം നിലനിൽക്കുന്നു. ലോ yield, ഉൽപ്പാദനം കുറവാണ്. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. നീഡ്സ് ലെസ് നർച്ചറിങ്, കുറച്ച് പരിചരണം മാത്രം മതി. ഇനി ഇനം 2, വെറൈറ്റി 2 എങ്ങനെയാണ്? ഷോർട്ട് ലൈഫ് സ്പാൻ, കുറച്ചു കാലം മാത്രമേ നിലനിൽക്കൂ. ഹൈ yield, എന്നാൽ ഉൽപ്പാദനം കൂടുതലാണ്. പോ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ പെട്ടെന്നൊന്നും വളരില്ല. ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കുറവാണ്. നീഡ്സ് മോർ നർച്ചറിങ്, കൂടുതൽ പരിചരണം വേണം. കൂട്ടുകാരെ നമുക്കിവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം എന്താണ്? എക്സാമിൻ ദ പെക്യുലാരിറ്റീസ് ഓഫ് ദി 2 വെറൈറ്റീസ്. വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് ഗുഡ് സാപ്ലിങ്സ് വിത്ത് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ വെറൈറ്റീസ്. 2 ഇനങ്ങളുടെയും, നമ്മളിപ്പോൾ 2 വെറൈറ്റീസ് ആണല്ലോ ഈ 2 കോളത്തിലായിട്ട് കാണുന്നത്. ഈ 2 വെറൈറ്റീസിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ പരിശോധിച്ചല്ലോ. 2ൻ്റെയും നല്ല ഗുണങ്ങളുള്ള, രണ്ടിൻ്റെയും നല്ല ഗുണങ്ങൾ മാത്രം എടുത്ത് നമുക്കൊരു തൈച്ചെടി ഉൽപ്പാദിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് വെറൈറ്റി ക്യാൻ ബി സെലക്റ്റഡ് ആസ് സ്റ്റോക്ക് ആൻഡ് വിച്ച് വൺ ആസ് സയൻ? ഏതിനമാണ് നമുക്ക് സ്റ്റോക്കായും ഏതിനമാണ് നമുക്ക് സയനായും തിരഞ്ഞെടുക്കാൻ സാധിക്കുക? സ്റ്റോക്കായിട്ട് നമുക്ക് വെറൈറ്റി 1 തിരഞ്ഞെടുക്കാം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ദ റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇനം 1 സ്റ്റോക്കായി എടുക്കാം. ഇനി ഇനം 2 നമുക്ക് സയനായി എടുക്കാം. നമ്മൾ സയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിങ്ങിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൊമ്പിനെയാണ് സയൻ എന്ന് പറയുന്നത്. വെറൈറ്റി 2 നമുക്ക് സയനായിട്ട് തിരഞ്ഞെടുക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. വാട്ട് വുഡ് ബി ദ ക്വാളിറ്റീസ് ഓഫ് ദ പ്ലാന്റ് ഫോംഡ് ബൈ കമ്പൈനിങ് ദ 2 വെറൈറ്റീസ്? ഇവ രണ്ടും ചേർന്നുണ്ടാകുന്ന ഒരു ചെടിക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കും? കൂട്ടുകാർ പറയുക, എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കും? ഹൈ yield, അല്ലേ? ഉൽപ്പാദനം കൂടുതലായിരിക്കും. ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പിന്നെയോ ഹൈ റെസിസ്റ്റൻസ് പവർ, രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. കൂട്ടുകാരി, 3 ചോദ്യങ്ങൾക്കും കൂട്ടുകാർ ഉത്തരം എഴുതിയല്ലോ. കൂട്ടുകാരി, ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയുമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷൻ എന്താണെന്നും ഹൈബ്രിഡ് വെറൈറ്റീസും പിന്നെ നമ്മൾ കുറച്ച് അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് പഠിക്കും, പിന്നെ ടിഷ്യൂ കൾച്ചർ പഠിക്കും, ഇൻ്റർക്രോപ്പ് എന്താണെന്നും ക്രോപ്പ് റൊട്ടേഷൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കും, ലെഗുമിനസ് പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കും, പിന്നെ ബയോ പെസ്റ്റിസൈഡ്സും ബയോ ഫെർട്ടിലൈസേഴ്സും ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങും പിന്നെ കുറച്ച് സബ് ടോപ്പിക്സും ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ലെറ്റസസും നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാർ അടുത്തൊരു വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ഈ ചാനൽ അറിയാത്ത കൂട്ടുകാർക്ക്, അതായത് 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്